പ്രതികൂലങ്ങൾ മധ്യ പ്രത്യാശയുണർത്തും യേശു എത്ര നല്ലവനാ. ആശയറ്റ നേരത്തും എൻ ആശയുണർത്തും യേശു എത്ര വല്ലഭനാ. പ്രതികൂലങ്ങൾ മധ്യ പ്രത്യാശയുണർത്തും യേശു എത്ര നല്ലവനാ. ആശയറ്റ നേരത്തും എൻ ആശയുണർത്തും യേശു എത്ര വല്ലഭനാ. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ശത്രുവിൻ കോട്ടകളെ തകർക്കുമവൻ എന്നോട് സൈന്യാധിപൻ. ശത്രുവിൻ കോട്ടകളെ തകർക്കുമവൻ എന്നോട് സൈന്യാധിപൻ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ആരോഗ്യപൂർണമായ മനുഷ്യ സമൂഹം നമ്മുടെ സ്വപ്നമാണ്. മാരകമായ പല രോഗങ്ങൾക്കും പ്രതിവിധി കണ്ടെത്തുന്നു എങ്കിൽ തന്നെയും പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മെ അസ്വസ്ഥരാക്കുന്നു. ആരോഗ്യത്തിനും രോഗത്തിനും ഇടയ്ക്ക് പ്രതീക്ഷ ഉണർത്തുന്ന ദൈവിക പ്രവർത്തനമാണ് സൗഖ്യം. സൗഖ്യം ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തവുമാണ്. ദൈവിക തേജസ്സിൻ്റെ പ്രതിഫലനത്തിന് തടസ്സമായി നിൽക്കുന്ന ശക്തികളെ തകർത്ത് ദൈവിക ജീവൻ്റെ പൂർണ്ണത പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് ദൈവസൗഖ്യത്തിലൂടെ നൽകുന്നത്. കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ നിയോഗം അശുദ്ധാത്മാക്കളെ പുറത്താക്കുക, സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുക. മത്തായി 10:1. ഈ നിയോഗം തന്നെയാണ് സഭയ്ക്കും അവൻ നൽകിയിരിക്കുന്നത്. പല വൈദ്യന്മാരാലും ചികിത്സിച്ചിട്ടും സൗഖ്യം ലഭിക്കാതിരുന്ന രക്തസ്രവ രോഗിയായ സ്ത്രീക്ക് കർത്താവ് സൗഖ്യം നൽകുന്നതിനെക്കുറിച്ച് മർക്കോസ് 5:25 മുതൽ ഉള്ള വാക്യങ്ങളിൽ പറയുന്നു. കർത്താവ് സ്ത്രീയോട് പറയുന്നത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. യുവർ ഫെയ്ത്ത് ഹാസ് ബ്രോട്ട് യു ഹീലിംഗ് എന്ന ഇംഗ്ലീഷ് പരിഭാഷ. അതായത് നിന്റെ വിശ്വാസം നിനക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു. അവളുടെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമായിരുന്നു രോഗസൗഖ്യം. രോഗം അവളെ സ്വന്തം ഭവനത്തിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തിയിരുന്നു. ജനസമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് വരുന്നതിന് രോഗം അവൾക്ക് തടസ്സമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ എങ്കിലും തൊട്ടാൽ സൗഖ്യം വരും എന്ന് വിശ്വസിച്ച് ജനക്കൂട്ടത്തിൻ്റെ പുറകിൽ കൂടി വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടത്. യേശുവിൽ ഉള്ള വിശ്വാസം അവൾക്ക് സൗഖ്യം ലഭിക്കുന്നതിന് കാരണമായി. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീക്കാണ് യേശു സൗഖ്യം നൽകിയത്. ഒരു വ്യക്തിയെയും അവൻ ആരായിരുന്നാലും ഏതവസ്ഥയിൽ ആയിരുന്നാലും ഉപേക്ഷിക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹമാണ് രോഗസൗഖ്യത്തിൽ കൂടി കാണുന്നത്. യേശുവിൻ്റെ അനുഗാമികൾ എന്ന് പുകഴുന്ന നമുക്ക് എല്ലാവരെയും ഒരുപോലെ കണ്ട് സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ട്. 1912 ഉണ്ടായ ടൈറ്റാനിക് ദുരന്തത്തെക്കുറിച്ച് നാം വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മധ്യത്തിൽ വെച്ച് ഒരു ഭീമൻ ഐസ് മല ഇടിച്ചതിൻ്റെ ഫലമായി കപ്പൽ മുങ്ങി. അതിൽ സഞ്ചരിച്ചിരുന്ന അനേകരും മരിച്ചു. ഈ അപകടത്തെക്കുറിച്ച് ന്യൂയോർക്കിലെ ദി അമേരിക്കൻ എന്ന ദിനപത്രം വാർത്ത നൽകിയത് കോടീശ്വരനായ ജോൺ ജേക്കബ് ആസ്റ്റർ ടൈറ്റാനിക് അപകടത്തിൽ മരിച്ചു. വാർത്തയുടെ അവസാനം ഒരു വാചകം കൂടി ചേർത്തിരുന്നു, ആ അപകടത്തിൽ 1800 ആളുകളും മരിച്ചു. ഈ വാർത്തയിൽ പ്രാധാന്യം നൽകിയത് മരിച്ച കോടീശ്വരനായിരുന്നു. ഇന്ന് നമ്മിൽ മിക്കവരും ഈ വിധത്തിൽ തന്നെയല്ലേ പ്രവർത്തിക്കുന്നത്? ധനവാനെയും ഉന്നത സ്ഥാനീയരെയും ഉയർത്തും, സാധാരണക്കാരനെ കാണുകയേ ഇല്ല. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെ ആയിരുന്നില്ല. ഓരോ വ്യക്തിയും ദൈവസ്നേഹത്തിന് പാത്രനാണ്. എല്ലാവരാലും ഒറ്റപ്പെടുത്തിയിരുന്ന രക്തസ്രവ രോഗിയും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വിലയുള്ളവളാണ്. ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് ദരിദ്രനോ രോഗിയോ അശുദ്ധനോ പാപിയോ ആരായിരുന്നാലും അവരെ അവഗണിക്കാതെ സ്നേഹിക്കുവാൻ തയ്യാറാകണം എന്നാണ്. അപ്പോസ്തലന്മാരുടെ കാലത്തെ രോഗശുശ്രൂഷയെക്കുറിച്ച്
അപ്പോസ്തല പ്രവൃത്തി 5:16 പറയുന്നത്, യെരുശലേമിന് ചുറ്റുമുള്ള പട്ടണത്തിൽ നിന്നും പുരുഷാരം രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവന്നു. അവർ എല്ലാവരും സൗഖ്യം പ്രാപിച്ചു. ആദിമ സഭയ്ക്ക് 2 പ്രത്യേകതകൾ ആണ് ഉണ്ടായിരുന്നത്. അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു, അതോടൊപ്പം സൗഖ്യമാക്കുന്ന സഭയും ആയിരുന്നു. പ്രാർത്ഥനയ്ക്കും സൗഖ്യത്തിനും തമ്മിൽ ബന്ധമുണ്ട്. പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് മാത്രമേ സൗഖ്യം നൽകുവാൻ കഴിയൂ. യാക്കോബ് 5:14 പറയുന്നത്, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവർ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവരെ എണ്ണപൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. നമ്മുടെ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന, ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് വളരെ ഫലിക്കുന്നത്. യാക്കോബ് 5:16. നാം പ്രാർത്ഥിക്കുന്നവരാണ്, എന്നാൽ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി ശ്രദ്ധയോടും കൂടി പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? സൗഖ്യം എപ്രകാരമാണ് ലഭിക്കുന്നത്? 1 പത്രോസ് 2:24. യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം ലഭിക്കുന്നു. അടിപ്പിണർ എന്ന വാക്കിൻ്റെ അർത്ഥം ശക്തമായ പ്രഹരം മൂലം ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ കരിഞ്ഞ ശേഷം കാണപ്പെടുന്ന പാട് എന്നാണ്. നമ്മളുടെ സ്നേഹനിമിത്തം ഏറ്റ അടികളാൽ കർത്താവിൻ്റെ ശരീരത്തിൽ ഉണ്ടായ മുറിപ്പാടുകൾ അനവധിയാണ്. നമ്മളുടെ സ്നേഹമാണ് സൗഖ്യം ലഭിക്കാനുള്ള കാരണം. നമ്മളുടെ കർത്താവിൻ്റെ സ്നേഹത്തിനായി നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം വിശ്വാസത്തോടെയും ശ്രദ്ധയോടെയും സകലർക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നമ്മുടെ സകല രോഗങ്ങളെയും നിശ്ചയമായും സൗഖ്യമാക്കും. സങ്കീർത്തനം 103:3. കർത്താവേ, സകല മനുഷ്യർക്കും വേണ്ടി വിശ്വാസത്തോടും ശ്രദ്ധയോടും പ്രാർത്ഥിപ്പാനുള്ള കൃപ എനിക്കും തരണമേ. ആമേൻ. പാതാളമേ വിഷമുള്ളെവിടെ, ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ, ശത്രുവിൻ കോട്ടകളെ തകർക്കുമവൻ എന്നോട് സൈന്യാധിപൻ, ശത്രുവിൻ കോട്ടകളെ തകർക്കുമവൻ എന്നോട് സൈന്യാധിപൻ, ശത്രുവിൻ കോട്ടകളെ തകർക്കുമവൻ എന്നോട് സൈന്യാധിപൻ, ശത്രുവിൻ